മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തിന്റെ വാതിൽ തുറക്കുമോ, അല്ലെങ്കിൽ സംഘർഷം വീണ്ടും ശാന്തമാകുമോ? 14 സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഇറാൻ. US സേനയെ പൂർണ്ണമായും പിൻവലിക്കണം എന്നതുൾപ്പെടെ തന്നെ ആവശ്യം. ഇറാന് ശക്തമായ സമാധാന നിർദ്ദേശങ്ങളുമായി തന്നെ അമേരിക്കയെ സമീപിച്ചതിപ്പോൾ ചർച്ചാ വിഷയമായി അവിടെ മാറുകയാണ്. വെടിനിർത്തലല്ല, യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നതാണ് അമേരിക്കയോട് ഇറാൻ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ 14 സമാധാന നിർദ്ദേശങ്ങളും ഇറാൻ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഹോർമൂസിന്റെ നിയന്ത്രണത്തിന് പുതിയ സംവിധാനം വേണമെന്നതുള്ള ആവശ്യം ഇവിടെ ഉന്നയിക്കുകയാണ്. ഇറാന്റെ നിർദ്ദേശങ്ങൾ പരിശോധിക്കുകയാണ് എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ നീട്ടുന്നതിന് പകരം യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നതായിരുന്നു ഇറാന്റെ പ്രധാന നിർദ്ദേശം. അതേപോലെ തന്നെ ലെബനോനിലേത് അടക്കം എല്ലാ ആക്രമണങ്ങളും അമേരിക്ക അവസാനിപ്പിക്കണമെന്നും മേഖലയിൽ നിന്ന് US സേനയെ പൂർണ്ണമായും തന്നെ പിൻവലിക്കണമെന്നും ഈ നിർദ്ദേശത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇറാനെതിരായ എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണമെന്നും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി തന്നെ പുതിയ സംവിധാനം വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ വെച്ച് അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇറാൻ നൽകിയ നിർദ്ദേശങ്ങൾ പരിശോധിക്കുകയാണ് എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഇന്നലെ ട്രംപ് തള്ളിയിരുന്നു. അതേസമയം ഇറാനുമായുള്ള US ശത്രുത ഏപ്രിൽ 8 നിലവിൽ വന്ന വെടിനിർത്തലിലൂടെ തന്നെ അവസാനിപ്പിച്ചെന്നും അതിനാൽ തന്നെ ഇറാൻ യുദ്ധം തുടരുന്നതിന് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമില്ല എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അംഗങ്ങൾ അയച്ച കത്തിലാണ് ട്രംപ് ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ US വാർഫെയർ ആക്ട് പ്രകാരം തന്നെ ഒരു രാജ്യത്തിനെതിരായുള്ള സൈനിക നടപടി ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള നിയമനിർമ്മാതാക്കൾക്ക് അറിയിപ്പ് ലഭിച്ച 60 ദിവസത്തിനകം US കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. കോൺഗ്രസിന്റെ അനുമതി തേടിയിരിക്കണം. അല്ലാത്ത പക്ഷം എല്ലാ യുദ്ധ നടപടികളും അവസാനിപ്പിക്കണം. എന്നാൽ ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം വെടിനിർത്തലിലൂടെ തന്നെ അവസാനിപ്പിച്ചെന്നും ഏപ്രിൽ 7 ശേഷം ഇറാനിൽ നേരിട്ടുള്ള സൈനിക നടപടികൾ ഒന്നും തന്നെ അവിടെ നടക്കാത്തതിനാൽ കോൺഗ്രസിന്റെ അനുമതി തേടേണ്ട ആവശ്യമില്ല എന്നതുമാണ് ട്രംപിന്റെ വാദം. യുദ്ധം പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കുവാനും സ്ഥിരമായ സമാധാന കരാറിലേക്ക് അതിനുള്ള ചർച്ചകളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഇറാനിൽ സാധ്യമായ പുതിയ സൈനിക നടപടികളെക്കുറിച്ചും US സെൻട്രൽ കമാൻഡ് തലവൻ ബ്രാഡ് കൂപ്പർ കഴിഞ്ഞ ദിവസം ട്രംപിന് വിശദീകരണം നൽകിയതിനുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇറാനെ എന്നേക്കുമായി തന്നെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു കരാറിന് ശ്രമിക്കുക എന്നീ 2 വഴികളായിരുന്നു US മുന്നിൽ അവിടെ ഉള്ളതെന്നതായിരുന്നു ഇതിൽ വ്യക്തമാക്കിയ കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.